ഹായ് ഗൈസ്, ഇന്ന് ഒരു പുതിയൊരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം ഒരുപാട് പേര് US നിന്നും ജോബ് ഓഫേഴ്സ് കൊടുത്തിട്ട് കബളിക്കപ്പെടുന്നുണ്ട്. അപ്പം കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് എന്നെ 2 പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്ത് ഇവർക്ക് ആർക്കും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അതിൽ ഒരാൾ അത്യാവശ്യം റിസർച്ച് ചെയ്ത് പോയി. പക്ഷെ നമ്മൾ ഈ ജോബ് ഓഫറിൻ്റെ പുറകെ പോയിട്ട് അത് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ആ കമ്പനിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇത് ഫേക്കാണെന്ന് മനസ്സിലായി. സോ ഒരുപാട് ഏജൻസികൾ യൂറോപ്പിലും US ഒക്കെ നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്തിട്ട് പൈസ വെട്ടിക്കുന്ന ഒരു കാലത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ തട്ടിപ്പുകൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ഒരിക്കലും ഒരു ചതിക്കുഴി പോയി പെടാതിരിക്കട്ടെ. ഇത് പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ് തുടങ്ങാനായിരിക്കും നല്ലത്. കാരണം ഈ പയ്യന് കൊടുത്ത ജോബ് ഓഫർ എന്ന് പറയുമ്പോൾ വളരെ ലെജിറ്റിമേറ്റ് ആയിരുന്നു. അവർക്ക് ഓൺ വെബ്സൈറ്റ് ഉണ്ട്, ഓൺ വെബ്സൈറ്റിൻ്റെ ഡൊമൈനിലുള്ള ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്. പക്ഷേ എന്തോ ഒരു പന്തികേട് തോന്നി ഈ കമ്പനിയുടെ അഡ്രസ്സ് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ആ അഡ്രസ്സിൽ വേറൊരു കമ്പനിയാണുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ ഓഫർ ലെറ്ററൊക്കെ പക്കയാണ് കേട്ടോ. സാലറി, അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി, റോളും, അവരുടെ കമ്പനി ഇമെയിൽ അഡ്രസ്സിൽ തന്നെ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് അതിനകത്ത് കമ്പനിയുടെ ഓണേഴ്സിൻ്റെയൊക്കെ സെർച്ച് ചെയ്ത് പോയപ്പോൾ കംപ്ലീറ്റ് ഫേക്കാണെന്നൊക്കെ മനസ്സിലായി. സോ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ആരംഭിക്കുകയാണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു കമ്പനിയുടെ ഓഫർ ലെറ്റർ വരുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഇമെയിൽ ഹെഡറാണ്. അത് ആ കമ്പനിയുടെ ഡൊമൈനിൽ നിന്ന് തന്നെയാണോ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഉത്തരവാദിത്വം. ഒരു @gmail.com, ഹോട്ട്മെയിലോ, ഔട്ട്ലുക്കോ, amazon.google.com, amazon@access.com അല്ല. ഇപ്പോൾ ഒരു ജോബ് ഓഫർ ആമസോണിൽ നിന്നാണെങ്കിൽ @amazon.com അല്ലെങ്കിൽ ആമസോണിൻ്റെ ഏതെങ്കിലും ഡൊമൈനിൽ നിന്ന് ആയിരിക്കും. അതേപോലെ ഗൂഗിളിൽ നിന്നാണെങ്കിൽ google.com ആയിരിക്കും. അതല്ലാതെ google.access.com അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വരുന്ന ഓഫർ ലെറ്ററിൽ ഇമെയിൽ വരുമ്പോൾ ആ ഇമെയിൽ യഥാർത്ഥ ഡൊമൈനിൽ നിന്ന് ചെക്ക് ചെയ്യുന്നതാണോ അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻ്റർവ്യൂ ഇല്ല, നിങ്ങളെ കണ്ട ഉടനെ തന്നെ ഓഫർ ലെറ്റർ തരുന്നു. നിങ്ങളുടെ പാസ്പോർട്ട്, നിങ്ങളുടെ ബയോഡേറ്റ എല്ലാം അയച്ചു കൊടുക്കുന്നു. ഒരു 2-3 ദിവസം താമസിച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ അനലൈസ് ചെയ്യാമെന്ന് പറയുന്നു. പെട്ടെന്ന് വരുന്നു ഓഫർ ലെറ്റർ. അപ്പം അങ്ങനെ പെട്ടെന്ന് വരുന്ന ഓഫർ ലെറ്ററുകളൊക്കെ യൂറോപ്പിലെയും പ്രത്യേകിച്ച് UK അല്ലെങ്കിൽ US, കാനഡ, ഓസ്ട്രേലിയയിലൊക്കെ ഇൻ്റർവ്യൂ നടക്കാതെ ഒരു തരത്തിലുള്ള ഓഫർ ലെറ്ററും കൊടുക്കില്ല. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇൻ്റർവ്യൂ നടക്കും. അപ്പം വളരെ പെട്ടെന്ന് കിട്ടുന്ന ഓഫർ ലെറ്ററുകൾ അത് ഫേക്ക് ഓഫറിൻ്റെ ഒരു പ്രതീകമാണ്. പിന്നെ പെട്ടെന്ന് കിട്ടുന്ന ഓഫർ ലെറ്ററുകൾ, മൂന്നാമത്തെ പെട്ടെന്ന് ഇൻ്റർവ്യൂ ഇല്ല ഓഫർ ലെറ്റർ കിട്ടുന്നവർ പറഞ്ഞു നിങ്ങൾ ഇന്ന് അപ്ലൈ ചെയ്ത് നാളെ ഓഫർ ലെറ്റർ കിട്ടുന്നു. US കമ്പനീസൊക്കെ വളരെ സ്ക്രൂട്ടിനി വളരെ ടൈറ്റാണ്. നിങ്ങളുടെ ആധാരം വരെ അവർ അരച്ച് കലക്കിയിട്ട് നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ തരുള്ളൂ, അതും ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം. സോ അതും ശ്രദ്ധിക്കുക. US H1B ആണെങ്കിലും EB3 ആണെങ്കിലും നിങ്ങൾ ഒരു കമ്പനി ഹയർ ചെയ്യുകയാണെങ്കിൽ അവർ വിസ കോസ്റ്റ്, റീലൊക്കേഷൻ കോസ്റ്റ് എല്ലാം അവർ തന്നെ മേടിക്കും, അവർ തന്നെ വഹിക്കും. നിങ്ങൾ 10 പൈസ മുടക്കേണ്ട കാര്യമില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ എടുക്കേണ്ടി വന്നാൽ പോലും അത് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് അതും അവർ റീഇംബേഴ്സ് ചെയ്യും. സോ ഒരു രീതിയിലുള്ള എക്സ്പെൻസ് നിങ്ങൾക്ക് US വിസ പ്രോസസ്സിങ്ങിൽ വരില്ല. കാരണം കമ്പനി സ്പോൺസേഡ് വിസയാണെങ്കിൽ ഫുൾ ചിലവുകളും കമ്പനി ആയിരിക്കും വഹിക്കുന്നത്, വിസ പ്രോസസ്സിങ്ങിൻ്റെയും നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെയും നിങ്ങളുടെ റീലൊക്കേഷൻ്റെയും എല്ലാം. സോ ഒരിക്കലും നിങ്ങളൊരു US ജോബ് ഓഫറിന് വേണ്ടിയിട്ട് പൈസ പേ ചെയ്യരുത്. ചില H1Bയിൽ ഫ്ലൈറ്റ് ടിക്കറ്റിന് നിങ്ങളെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും. അവിടെ ചെല്ലുമ്പോൾ അത് റീഇംബേഴ്സ് ചെയ്യും. അല്ലാതെ ഒരു പ്രോസസ്സിങ് ചാർജും ആരും മേടിക്കില്ല. ഇങ്ങനെ US കാനഡയിലേക്കും ഹയർ ചെയ്യുന്ന മെയിൻ സ്കാമേഴ്സിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പ്രോസസ്സിങ് ചാർജ് ഇനത്തിൽ ഒരു 2-3 ലക്ഷം രൂപ ആദ്യം മേടിക്കും. എന്നിട്ട് നിങ്ങളെ പറ്റിച്ചിട്ട് അവർ കടന്നുള്ളേ. സോ ചെറിയ എമൗണ്ട് ആണെന്ന് കാണുമ്പോൾ എല്ലാവരും കൊടുക്കും. 1 ലക്ഷം അല്ലേ പോട്ടെന്ന് ഓർത്ത്. പക്ഷേ ആ 1 ലക്ഷം രൂപ 10 ലക്ഷം 10 പേരൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ എത്രയായി? സോ അത് തന്നെയാണ് അവരുടെ ബിസിനസ് കേട്ടോ. പിന്നെ ഓഫർ ലെറ്റർ വരുമ്പോൾ തന്നെ ആ ഓഫർ ലെറ്ററിൻ്റെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ ഓഫർ ലെറ്ററിൻ്റെ ഗ്രാമറൊക്കെ വളരെ വൃത്തികേടായിരിക്കും. അതിൽ കമ്പനി ലോഗോ ഉണ്ടാവില്ല, കമ്പനി അഡ്രസ്സ് ഉണ്ടാവില്ല, ഫോൺ നമ്പർ ഉണ്ടാവില്ല, കമ്പനിയുടെ ഈ കോൺടാക്റ്റിലെ HR ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവില്ല, HRൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവില്ല. ഓഫർ ലെറ്റർ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കമ്പനിയുടെ ജോബ് ഓഫർ ഫേക്കാണെന്ന് മനസ്സിലാവും. ജോബ് ഓഫർ തരുന്ന കമ്പനി അവരുടെ കൃത്യമായ ഫിസിക്കൽ അഡ്രസ്സ് വെച്ചിട്ടേ ഓഫർ ലെറ്റർ തരൂ, വിത്ത് ദ സൈൻ ഓഫ് ദ HR, അവരുടെ ഇമെയിൽ അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ എല്ലാം വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ പോകേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ കമ്പനിയുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. ഇങ്ങനൊരു കമ്പനി ഉണ്ടോ, അതിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ചെക്ക് ചെയ്യുക. ആ അഡ്രസ്സ് നേരെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അഡ്രസ്സ് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞാൽ അൺക്ലിയർ ജോബ് ഡീറ്റെയിൽസ്, അതായത് ഒരു
പ്രോപ്പർ ഓഫർ ലെറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ജോബ് ടൈറ്റിൽ ഉണ്ടാകും, സാലറി ഉണ്ടാകും, ജോബ് ലൊക്കേഷൻ ഉണ്ടാകും, റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ, നിങ്ങൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുണ്ടാകും, കമ്പനിയുടെ പോളിസീസ് ഉണ്ടാകും, ലീവ് പോളിസീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ സാലറി സ്ട്രക്ചർ എല്ലാം വെച്ചിട്ടായിരിക്കും ഓഫർ ലെറ്റർ വരുന്നത്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഓഫർ ലെറ്റർ എപ്പോഴും ഒരു സ്കാമിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ കരുതുക എന്നുള്ളതാണ്. കമ്പനിക്ക് വെബ്സൈറ്റ് ഇല്ല, അല്ലെങ്കിൽ ഫേക്ക് വെബ്സൈറ്റാണ്. പല കമ്പനികളും സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡൊമൈനിൽ നിന്ന് തന്നെ ഇമെയിൽ അയച്ച് പറ്റിക്കും. കാരണം നമ്മൾ ഇമെയിൽ ആ ഡൊമൈനിൽ കാണുമ്പോൾ നമ്മൾ ഓർക്കും കമ്പനി റിയൽ ആണെന്ന്. അങ്ങനെയല്ല, നമ്മൾ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യണം. അവരുടെ കരിയർ പേജ്, അവരുടെ കോൺടാക്ട് പേജ്, കമ്പനി അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ, പിന്നെ നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് കയറിയിട്ട് ഇപ്പം google.com എന്ന പേര് എനിക്ക് വേറെ ഡൊമൈൻ google.xyz ഡൊമൈൻ അടിച്ചിടാം. എന്നിട്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡൊമൈൻ ആദ്യം ഹൂയിസ് ലുക്കപ്പിൽ പോകണം. ഹൂയിസ് ലുക്കപ്പിൽ പോയി ഡൊമൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൊമൈൻ്റെ ഓണർ ആരാണെന്നും എവിടെയാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതും ആരാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഹൂയിസ് ലുക്കപ്പിൽ പോയി ഡൊമൈൻ ഇൻഫർമേഷൻ കിട്ടിയാൽ തന്നെ വെബ്സൈറ്റിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഓൾവേസ് നിങ്ങൾക്ക് ഏത് കമ്പനിയാണോ ഓഫർ ചെയ്ത് അവരുടെ ഡൊമൈൻ ഹൂയിസ് ലുക്കപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. അടുത്തത് പറയുമ്പോൾ ടു ഗുഡ് ടു ബി ട്രൂ. ചില കമ്പനികളൊക്കെ ഭയങ്കര സാലറി, ഒരു വെയർ ഹൗസ് വർക്കർ മന്ത്ലി $10,000. അങ്ങനെയല്ല, ഒരു വെയർ ഹൗസ് വർക്കർ എന്ന് പറയുമ്പം ഒരു ആവറേജ് സാലറി വിൽ ബി അറൌണ്ട് $3,000 to $5,000 സ്റ്റാർട്ടിങ് പൊസിഷനിൽ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ജോബ് പ്രൊഫൈലും ആ സാലറി സ്കെയിലുമായിട്ട് നിങ്ങൾക്ക് ഒത്തുനോക്കാനായിട്ട് അംബിഷൻ ബോക്സ്, ഗ്ലാസ് ഡോർ അങ്ങനെയുള്ള കമ്പനികളിൽ പോയി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി ഒരു ആവറേജ് അല്ലെങ്കിൽ മീഡിയം സാലറി എത്രയാണെന്നുള്ളത് നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റും ഇന്ന ലൊക്കേഷനിൽ. സോ നിങ്ങൾക്ക് കിട്ടുന്ന ജോബ് റോൾ എപ്പോഴും നിങ്ങൾ ഗ്ലാസ് ഡോറിലോ അംബിഷൻ ബോക്സിലോ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ആ ജോബ് റോളിന് കൊടുക്കുന്ന മീഡിയം സാലറി അല്ലെങ്കിൽ ആവറേജ് സാലറി എന്താണെന്ന് ചെക്ക് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് $10,000 മന്ത്ലി സാലറി വെയർ ഹൗസ് വർക്കർ എന്നും പറഞ്ഞൊരു ഓഫർ വന്നാൽ അത് ഫേക്കാണെന്ന് കരുതുക. അടുത്തതെന്ന് പറഞ്ഞാൽ ആസ്കിങ് ഫോർ ഡോക്യുമെൻറ്റ്സ് ടു ഏർലി. ഈ ഡോക്യുമെൻറ്റ്സ് ആദ്യം തന്നെ ഒരു ജോബിൻ്റെ ഒരു എൻക്വയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യമേ തന്നെ പാസ്പോർട്ട്, ബയോഡേറ്റ, നിങ്ങളുടെ ജാതകം മൊത്തം അയച്ചു കൊടുക്കാൻ പറയുന്ന കമ്പനികൾ ഫേക്ക്, നമ്പർ 1 ഫേക്ക്. ട്രൂ കമ്പനീസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ റെസ്യൂം മാത്രമാണ് നിങ്ങൾ കൊടുക്കേണ്ടി വരിക. ആ റെസ്യൂം കൊടുത്തിട്ട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് ആ ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അത് പാസ്സായി മാത്രമേ നിങ്ങൾക്ക് ഓൺ ബോർഡിങ് തുടങ്ങുള്ളൂ. ആ ഓൺ ബോർഡിങ് തുടങ്ങുന്ന സമയത്താണ് നിങ്ങൾ പാസ്പോർട്ടും ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സും ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ആദ്യം തന്നെ ബയോഡേറ്റ, പാസ്പോർട്ട്, ആധാർ കാർഡ്, ID കാർഡ്, പാൻ കാർഡ്, സാലറി സ്ലിപ്പൊക്കെ ചോദിച്ച കമ്പനിയാണെന്നുണ്ടെങ്കിൽ, കൺസൾട്ടൻസി ആണെന്നുണ്ടെങ്കിൽ 100% അതൊരു ഫേക്ക് ജോബ് ഓഫർ ആയിരിക്കും. അപ്പോൾ ഇതാദ്യം മനസ്സിലാക്കുക. ഇത് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ലിങ്ക്ഡിൻ ചെക്ക് ചെയ്യുക. കമ്പനിയുടെ പേര്, കമ്പനിയുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, കമ്പനിയുടെ പോസ്റ്റ്, ആക്ടിവിറ്റികൾ. ഫേക്ക് ആയിട്ടുള്ള കമ്പനീസിന് എപ്പോഴും ഒരു ഡിജിറ്റൽ പ്രസൻസ്, എസ്പെഷ്യലി ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിലുള്ള ഡിജിറ്റൽ പ്രസൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ലിങ്ക്ഡിനിൽ ഒരു പേജ് ഇല്ലാത്ത ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിയെ സംശയിക്കാം. കാരണം മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് വിൽ ഹാവ് എ ലിങ്ക്ഡിൻ പേജ് ദാറ്റ് വിൽ ബി പ്രോപ്പർലി മാനേജ്ഡ് ബൈ എ ടീം. സോ ലിങ്ക്ഡിൻ പേജിൽ പോവുക, ആ കമ്പനിയുടെ ലിങ്ക്ഡിനിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ആ കമ്പനിയുടെ HR അല്ലെങ്കിൽ ഹയറിംഗ് പേഴ്സൺ ആരാണ്, അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ആ കമ്പനിക്ക് എന്തെങ്കിലും ജോബ് പോസ്റ്റിംഗ് ലിങ്ക്ഡിനിലുണ്ടോ അല്ലെങ്കിൽ ഇൻഡീഡിലുണ്ടോ ഗ്ലാസ് ഡോറിലുണ്ടോ ഒന്നൊക്കെ ചെക്ക് ചെയ്യുക. സോ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിൽ പ്രസൻസ് ഇല്ലാത്ത കമ്പനികളുടെ പേരും സംശയത്തിന് അതീതമല്ല, അപ്പം അതിനും സംശയിക്കേണ്ടിയിരിക്കുന്നു. സോ ഇപ്പം നിങ്ങളുടെ എംപ്ലോയർ H1B വിസയാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ H1B ഡേറ്റാ ബേസിൽ ആ കമ്പനിയെക്കുറിച്ച് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ H1B സ്പോൺസേഴ്സിനെ നമുക്ക് h1bdata.info എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ H1B കൊടുക്കാൻ അർഹതയുള്ള അല്ലെങ്കിൽ H1B കൊടുക്കാൻ അലൗഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഒരു ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഓഫർ തന്ന കമ്പനി ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫേക്കാണ്. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം. H1B ഓഫർ കിട്ടുന്ന കമ്പനി ഈ ഡേറ്റാബേസിൽ ഉണ്ടാവണം, അത് മാൻഡേറ്ററിയാണ്. ബോണസ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫേക്ക് ജോബ് ഓഫറാണ് കിട്ടിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ US FBI ക്രൈം ഡേറ്റാബേസിൽ അതൊരു ക്രൈം കംപ്ലയിൻറ്റ് സെൻറ്റർ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾക്ക് ആ കംപ്ലയിൻറ്റ് വിത്ത് ഓഫർ ലെറ്റർ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അവരുടെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഒക്കെ വെച്ചിട്ട്. ആ വെബ്സൈറ്റിൻ്റെ പേര് www.ic3.gov എന്നാണ്. അതിൽ പോയി കഴിഞ്ഞാൽ അപ്പം ഫേക്ക് ആണെന്ന് മനസ്സിലായി ഒരിക്കലും ഒരു ഡോക്യുമെൻറ്റ് ഷെയർ ചെയ്യുകയോ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ
ഏറ്റവും വലിയ കാര്യം, നിങ്ങൾക്ക് എത്രയൊക്കെ അറിവുണ്ടെന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു ലോയറെയോ ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റിനെയോ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പൈസ കൊടുത്തിട്ടാണെങ്കിലും അവരെ കൊണ്ട് ഇത് വാലിഡേറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. സോ നിങ്ങൾക്ക് ഒരു ഫേക്ക് ജോബ് ഓഫർ എങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തണം. കാരണം ഒരുപാട് പേരുടെ ലക്ഷക്കണക്കിന് രൂപ പോകുന്നൊരു ഏർപ്പാടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. സോ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ ഹാപ്പി വീക്കെൻഡ്, സ്റ്റേ ട്യൂൺ, ബൈ.